നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. CPIM ജില്ലാ സമ്മേളനം ജനുവരി 1, 2, 3 തീയതികളിൽ താനൂരിൽ നടക്കും. പ്രതിനിധി സമ്മേളനം മൂച്ചിക്കൽ ക്രൗൺ ഓഡിറ്റോറിയത്തിലെ കോടിയേരി നഗറിലും പൊതുസമ്മേളനം ചീരൻ കടപ്പുറത്ത് സീതാറാം യെച്ചൂരി നഗറിലും നടക്കും. ഡിസംബർ 22 പതാക ദിനമായി ആചരിക്കും. യഥാർത്ഥത്തിൽ നാളെ മുതൽ 19-ാം തീയതി മുതൽ ഇതിന്റെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് 19-ാം തീയതി MA ബേബിയും അതേപോലെ തന്നെ ബിജു വി കൃഷ്ണനും N ചന്ദ്രേട്ടനും CK ശശീന്ദ്രനും ഒക്കെ പങ്കെടുക്കുന്ന സെമിനാറോട് കൂടിയാണ് ഇത് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സന്ധിയില്ലാത്ത സമരകാലം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. വിവിധങ്ങളായ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 19, 20 തുടർച്ചയായി യഥാർത്ഥത്തിൽ 26, 27 മാത്രമേ നമ്മളൊരു ഒഴിവുള്ളൂ. അന്ന് നമ്മുടെ താനൂർ ശോഭപറമ്പിലെ കലങ്കരി നടക്കണോണ്ട് അന്ന് മാത്രമേ ഒരു ഒഴിവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 26-ാം തീയതിയും നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇൻഡോറിലാണ് നടക്കുന്നത്. ഔട്ട്ഡോറിൽ നമ്മൾ നടത്തുന്നത് 26, 27 അവധിയെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾക്ക്. കാരണം അന്ന് കലങ്കരി നടക്കണോണ്ടാണ്. കലങ്കരിയുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങൾ ഒരുപാട് നമ്മൾ താനൂരിൽ വരും. എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർ സംഗമിക്കുന്ന ഒരു സംഗമ സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അന്ന് പരിപാടികൾ വേണ്ടതില്ല എന്നാണ് നമ്മൾ ആലോചിച്ചത്. മറ്റ് 28-ാം തീയതി മുതൽ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. വ്യത്യസ്തങ്ങളായ സെമിനാറുകളൊക്കെ തന്നെ നടക്കും. സമ്മേളനം നടക്കുന്ന 1, 2 തീയതികളിലും സെമിനാറുകളുണ്ട്. അതേപോലെ തന്നെ 22-ാം തീയതി പതാക ദിനമാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ സാംസ്കാരികമായിട്ടുള്ള പരിപാടികളുണ്ട്. നമ്മളെ താനൂരിലെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ നമ്മൾ 26-ാം തീയതി വെച്ചിട്ടുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട കലാകാരന്മാർ, എഴുത്തുകാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, നോവലിസ്റ്റുകളുണ്ട്, ചെറുകഥ എഴുതുന്ന ആളുകളുണ്ട്. മറ്റെല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ആളുകളെ അന്ന് ആദരിക്കുകയും അവർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ കലാകാരന്മാരും, എഴുത്തുകാരും, പാട്ടുകാരും ഒക്കെ അണിനിരക്കുന്ന ഒരു ഡേ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലാ സമ്മേളനം താനൂരിൽ നടത്തുന്നത്. അതൊരു ചരിത്ര വിജയമായി മാറും. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കളക്ഷൻ, സമ്മേളനത്തിന് ആവശ്യമായിട്ട് കുറച്ചധികം പണം ചെലവ് വരുന്ന ഒരു സമ്മേളനം തന്നെയാണ്. അപ്പോൾ അത് ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന കുടുംബയോഗങ്ങൾ 15-ാം തീയതി മുതൽ ഏതാണ്ട് 20-ാം തീയതി വെള്ളിയാഴ്ച വരെ തീരദേശത്ത് നമ്മൾ വെള്ളിയാഴ്ചയാണ് വെച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചയോടുകൂടി ചെറിയ ഹുണ്ടികളായിട്ടുള്ള പൈസ ശേഖരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഏതാണ്ട് 3000-ഓളം വരുന്ന ഹുണ്ടികളാണ് ജനങ്ങൾക്കിടയിൽ നമ്മൾ വിതരണം ചെയ്തത്. ആ ഹുണ്ടികളിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് മിക്കവാറും ഹുണ്ടികളിൽ 2000 രൂപയോളം നമുക്ക് കിട്ടുന്നുണ്ട്. ചില കുറവൊക്കെ ഉണ്ട്. ആ പണം സംഭരിച്ചാണ് ഈ സമ്മേളനം. അതൊരു ഭയങ്കര മാതൃകാപരമായ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആവേശകരമായ അനുഭവമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഹുണ്ടിക സമ്മേളന നമ്മുടെ ജനറൽ ബോഡികളിൽ, കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തിട്ട് ഈ ഹുണ്ടിക ഏൽപ്പിച്ചത്. ബ്രാഞ്ചുകളിലും ലോക്കൽ അതിർത്തികളിലും ഏരിയ കേന്ദ്രങ്ങളിലുമൊക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലും ഭാവങ്ങളിലും പതാക ദിനം വളരെ ആഘോഷത്തോടു കൂടി നടത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേ ദിവസത്തോടു കൂടി തന്നെ നമ്മുടെ നാടും നഗരവും ഒക്കെ ചുവന്നു തൊടുത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം താനൂരിലുണ്ടാവും. താനൂരിലെ ജനങ്ങൾക്കൊരു പുതിയ അനുഭവമായിട്ടാണ് ഈ സമ്മേളനം മാറുക. 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ പൊതു റാലിയും അതേപോലെ തന്നെ വളണ്ടിയർ പരേഡും ആരംഭിക്കുന്നത്. ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് രണ്ടും നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കാനാണ്. ചെറിയ ഭേദഗതി ചിലപ്പം വരും. അത് നമ്മളൊന്ന് സ്വാഗത സംഘം കൂടിയിരുന്ന് ആലോചിച്ചിട്ടേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അത് ആരംഭിച്ച് നമ്മൾ പൊതുസമ്മേളന നഗരിയിലേക്ക് പോകണം എന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഏതാണ്ട് 25,000-ഓളം പേർ പങ്കെടുക്കുന്ന മഹാറാലിയും 10,000-ലധികം വളണ്ടിയർമാർ പങ്കെടുക്കുന്ന വളണ്ടിയർ പരേഡുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ 19-ാം തീയതി മുതൽ 2-ാം തീയതി 3-ാം തീയതി വരെയും വൈകുന്നേരങ്ങളിൽ വിവിധ വേദികളിൽ ഇതിൻ്റെ കലാപരിപാടികളുണ്ട്. മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും വീടുകളിലും ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തും. പതാക കൊടിമര ദീപശിഖ ജാഥകൾ 31-ന് നടക്കും. അനുബന്ധ പരിപാടികൾ ഡിസംബർ 19 മുതൽ താനൂർ ജംഗ്ഷനിലെ ഇമ്പിച്ചിബാവ ഗോവിന്ദൻ നഗറിലാണ് നടക്കുന്നത്. വ്യാഴാഴ്ച സന്ധിയില്ലാത്ത സമരകാലം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ, N ചന്ദ്രൻ, CK ശശീന്ദ്രൻ, M ഷാജർ തുടങ്ങിയവർ പങ്കെടുക്കും. സംഗീത സന്ധ്യ എന്ന പരിപാടിയിൽ താനൂരിന്റെ പാട്ടുകാർ
ഒത്തുചേരും. സ്വാഗത സംഘം കൺവീനർ ഇ ജയൻ, സമദ് താനാളൂർ, എൻ ആദിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ്, താനൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075 214 911.